ബഹുമാന്യരെ, സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് രചിച്ച ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുന്നതിലേക്ക് നയിച്ച ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഈ പുസ്തകം. 17 അധ്യായങ്ങളിലൂടെ ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെ വിശകലനം ചെയ്യുകയാണ് ഈ പുസ്തകത്തിൽ. ഇന്ത്യ എന്ന പേര്, ആമുഖത്തിന്റെ പ്രസക്തി, മൗലികാവകാശങ്ങൾ, പാർലമെന്ററി ജനാധിപത്യം, ഗവർണർ പദവി, കൊളീജിയം, കാശ്മീരിന്റെ പ്രത്യേക പദവി, ദേശീയ പതാക, ന്യൂനപക്ഷങ്ങൾക്കുള്ള സംരക്ഷണം തുടങ്ങി ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഭരണഘടനാ അസംബ്ലി എങ്ങനെ ചിന്തിച്ചു എന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. ശ്രീ പി രാജീവിന്റെ 12ാം പുസ്തകമാണ് ഇന്ന് പ്രകാശിതമാകുന്നത്. ഡൽഹി ആകാർ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തിരക്കായതിനാൽ പുസ്തക പ്രസാധകരായ ആകാർ ബുക്സിന്റെ ചുമതലക്കാർക്ക് ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ദേശീയ നിയമ സർവകലാശാല നുവാൽസിന്റെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KC സണ്ണിയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നു. കേരള ഹൈക്കോടതിയിലെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയ അലക്സാണ്ടർ തോമസ് അവർകൾ, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായ ശ്രീ പി രാജീവ് അവർകൾ, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം 2 മിനിറ്റ് കൊണ്ട് ചുരുക്കുകയാണ്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഭരണഘടനയിലൂടെയാണ് യഥാർത്ഥത്തിൽ നിലവിൽ വന്നത്. അപ്പം ഇന്ത്യ എന്ന പേരിനും ഭാരതം എന്ന പേരിനും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ അവസാന ഭാഗമായ ഷെഡ്യൂളുകൾ എടുത്താലും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യമുണ്ട്. കാരണം സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. ഗോത്രവർഗ്ഗക്കാരുടെ സംസ്കാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഷെഡ്യൂളുണ്ട്. ഔദ്യോഗിക ഭാഷകളുടെ പ്രത്യേക ഷെഡ്യൂളുണ്ട്. അപ്പം ഈ ഒരു വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്നുള്ള ആ വാക്കിന് വളരെയേറെ പ്രസക്തിയുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് വിഭാവനം ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആധികാരിക ഗ്രന്ഥമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഇതുപോലെയുള്ള 2-3 ഗ്രന്ഥങ്ങൾ മാത്രമേ മുമ്പ് വന്നിട്ടുള്ളൂ. ഒന്ന് 1952 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർസ്റ്റോൺ ഓഫ് ദി നേഷൻ എന്ന ഗ്രാൻവില്ലി ഓസ്റ്റിന്റെ ബുക്ക് വന്നു. പിന്നീട് HM സീർവായി, അദ്ദേഹം കേശവാനന്ദ ഭാരത കേസിൽ പൽക്കിവാലയോടൊപ്പം ഹാജരായ ആളാണ്. അനേക ദിവസം സുപ്രീം കോടതി വാദിച്ചിട്ടുള്ള ഭരണഘടനാ പണ്ഡിതനാണ്. അദ്ദേഹം വിഭജനത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ സൂക്ഷിച്ചിരുന്ന രേഖകൾ എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് അവിടെ പോയി ഗവേഷണം നടത്തിയെടുത്തിട്ടുള്ള ഒരു ബുക്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ ബുക്കിൽ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫെഡറലിസം പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ ആചാര്യനായ EMS നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ചരിത്ര പശ്ചാത്തലം. അങ്ങനെ വളരെ ഗ്രന്ഥങ്ങൾ മാത്രമുള്ള ഒരു മേഖലയും, കാരണം ഭരണഘടന പഠിക്കുമ്പോൾ ചരിത്രവും മറ്റു കാര്യങ്ങളും ഭൂമിശാസ്ത്രവും എല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടന എങ്ങനെ നോക്കിക്കണ്ടു എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഈ പ്രസക്തി ഈ ബുക്കിന് വളരെയേറെ പ്രസക്തിയുണ്ട്. നിയമ വിദ്യാർത്ഥികൾക്ക്, നിയമ അധ്യാപകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും വളരെയേറെ പ്രയോജനപ്രദമായ ഒരു ബുക്ക്, ആധികാരിക ഗ്രന്ഥമാണ്. അതിന്റെ പ്രകാശനം ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഏതായാലും ഈ ബുക്ക് എഴുതിയ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് അവർകളെ ഞാൻ ഹാർദമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പുസ്തക പ്രകാശനമാണ് അടുത്തത്. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് പ്രകാശിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
പുസ്തക പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരി സഹോദരന്മാരെ, പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ യോഗാധ്യക്ഷൻ ഡോക്ടർ KC സണ്ണി വ്യക്തമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ആധികാരികമായി ഈ കാര്യങ്ങൾ വിശദമായി സംസാരിക്കാൻ നമ്മുടെ കൂടെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായി കാര്യങ്ങൾ പറയാനല്ല ഞാൻ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. സഖാവ് P. രാജീവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ വ്യവസായ നിയമമന്ത്രിയായി നമ്മുടെ സംസ്ഥാനത്ത് ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അത്തരമൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആരംഭിക്കുന്നത് അതിൻ്റെ ആമുഖത്തിൽ നിന്നാണ്. ആ പ്രിയാമ്പിളിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അഡോപ്റ്റ്, എനാക്ട് ആൻഡ് ഗീവ് ടു അവർസെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് ഇന്ത്യ എന്താണ് എന്നാണ്. ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഘടന എന്തായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. എന്നാൽ ഇന്ന് ഇന്ത്യയില്ല എന്നും പകരം ഭാരതം മാത്രമാണുള്ളത് എന്നും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നത് യൂണിയൻ ഓവർ സ്റ്റേറ്റ്സ് ആണ് എന്നുമൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ചിലർ കൊണ്ടുപിടിച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെ, അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വന്നത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, ഇതെല്ലാം സൂക്ഷ്മവും സമഗ്രവുമായി മനസ്സിലാക്കുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. അതിനുതകും വിധത്തിലാണ് ഗവേഷണാത്മകമായി ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. നാം എന്തായിരുന്നു എന്നത് ആവർത്തിച്ചുകൊണ്ട് നാം അതിലേക്ക് തിരികെ പോകണമെന്ന് വാദിക്കുന്നവരുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ അത്തരം റിവൈവലിസ്റ്റ് വാദഗതികൾ പ്രബലമാവുന്നുണ്ട്. അത്തരം വാദങ്ങൾക്ക് മേൽക്കൈ ലഭിച്ച രാഷ്ട്രങ്ങളൊക്കെ ഫാസിസ്റ്റ് രീതിയിലേക്ക് അധപ്പതിച്ചതായി ലോകചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. അത് റിഗ്രസീവാണ്, പിന്നോട്ട് നടത്തമാണ്. എന്നാൽ നാം എന്തായി തീരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാനായി ഇടപെടുന്ന മറ്റൊരു രീതിയുണ്ട്. പ്രോഗ്രസീവാണത്, മുന്നോട്ടുള്ള പ്രയാണമാണ്. അതാണ് നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളിൽ പൊതുവിൽ പ്രകടമായ സമീപനം. ഇന്ത്യ എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം എന്നതൊക്കെ വിഭാവനം ചെയ്ത് നിർണയിച്ചത് ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളിലൂടെയായിരുന്നു. അതിലൂടെയാണ് നാട്ടുരാജ്യങ്ങളായി അതുവരെ തമ്മിൽ കലഹിച്ചിരുന്നതും
പിന്നീട് സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു പോകുന്നതുമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ജനത തങ്ങളെ തന്നെ ഒരാധുനിക ജനാധിപത്യ രാഷ്ട്രമായി പുതുക്കിപ്പണിതത്. അതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം തന്നെ ഇല്ല എന്നതാണ് വസ്തുത. എന്നാൽ ഭരണഘടനാ സ്ഥാനങ്ങളിരിക്കുന്നവർ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ളവരിൽ ചിലർ തന്നെ തങ്ങളുടെ അധികാരാവകാശങ്ങളെ വിസ്മരിച്ച് അത്തരം അട്ടിമറികൾക്ക് അനായാസമായി നിന്നുകൊടുക്കുകയും ചെയ്യുന്നു. ഇത് നാം ഇന്ന് പൊതുവെ കാണുന്നൊരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് വരെ ഉയരുന്ന ആക്ഷേപങ്ങൾ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. എല്ലാവർക്കും അതൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രാജ്യത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി വ്യക്തമാക്കാൻ ഇക്കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരമൊരു സ്ഥിതിയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അന്തസ്സത്ത മനസ്സിലാക്കുക എന്നതും ജനങ്ങൾക്കാകെ മനസ്സിലാക്കി കൊടുക്കുക എന്നതും ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിലയിലേക്ക് രാജ്യത്തെ നയിക്കാൻ ഇത് ചെയ്തേ മതിയാവും. ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് പൊതുവായും പൊതുരംഗത്തുള്ളവർക്ക് സവിശേഷമായുമുള്ള ഉത്തരവാദിത്വമുണ്ട്. പൊതുരംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരാൾ ഉത്തരവാദിത്വ ബോധത്തോടെ അതിനായി യത്നിച്ചതിൻ്റെ ഫലമായാണ് ഈ പുസ്തകം രൂപം കൊണ്ടിട്ടുള്ളത്. അതാണ് ഇതിനെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ അട്ടിമറിക്കുന്നതും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നതുമൊക്കെ ഈ അടുത്തിടെ പല ഘട്ടങ്ങളിലായി നാം വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും സമാന്തര സർക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുന്നതും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ വെച്ച് ലെജിസ്ലേച്ചറിനെ വെല്ലുവിളിക്കുന്നതും മറ്റും നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് ഒരു വിശദീകരണമാവാൻ പോകുന്ന ഉള്ളടക്കമാണ് ഇതിലുള്ളത്. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ 17 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഇന്ത്യക്ക് ആ പേര് വന്നത് എങ്ങനെ? സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ എന്തെല്ലാം? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ദർശനം എന്ത്? ഇന്ത്യൻ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം എന്തെല്ലാം? പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെ? മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഭരണഘടന എങ്ങനെ ഉറപ്പുവരുത്തുന്നു? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗമായതെങ്ങനെ? രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണഘടനയോടുള്ള ഉത്തരവാദിത്വം എന്ത്? ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ നിലക്ക് വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളവയെല്ലാം. ഇന്ന് ഇന്ത്യയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കേണ്ടതുണ്ടോ എന്ന കാര്യം. അതേക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞത് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഹിന്ദുക്കൾക്കും മുസ്ലിമിനും സിഖുകാർക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് മാത്രമായോ മുസ്ലിമിന് മാത്രമായോ ക്രിസ്ത്യാനിക്ക് മാത്രമായോ
നിയമമുണ്ടാക്കാൻ കഴിയില്ല. ഇതായിരുന്നു നെഹ്റുവിൻ്റെ വാചകങ്ങൾ. എന്നാൽ മുസ്ലിങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന വിധം പൗരത്വ നിയമം വരുമ്പോൾ ഇന്ന് ചിലർ കേന്ദ്ര നിയമമല്ലേ, നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതും നാം കേൾക്കുകയാണ്. അടിസ്ഥാനത്തിൽ പൗരത്വം നൽകേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ച ഭരണഘടനാ അസംബ്ലിയിൽ നടന്നിരുന്നു. പൗരത്വം യൂസ് സോളി അഥവാ ജന്മസിദ്ധമായിരിക്കണമോ അഥവാ യൂസ് സാൻഗിനസ് അഥവാ വംശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണമോ? ഇതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. സുദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ പൗരത്വം നിർണ്ണയിക്കുന്നതിന് ഒരു മനുഷ്യൻ്റെ മതമോ വിശ്വാസമോ വംശമോ അടിസ്ഥാനമാകരുതെന്ന് ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചത്. അതായത് 3/4 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞതാണ് മതാടിസ്ഥാനത്തുള്ള പൗരത്വം എന്ന ആശയം. അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് അനുവദിക്കാവുന്ന കാര്യമല്ല. ഇന്ന് ഇന്ത്യയിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയമാണല്ലോ ഗവർണറുടെ അധികാരം. ഗവർണർമാരുടെ അധികാരങ്ങളെക്കുറിച്ചും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ 1949 മെയ് 31 നടന്ന ചർച്ചയിൽ ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഉദ്ധരണി: ഗവർണർക്ക് വിവേചനാധികാരത്തോടെയോ സ്വന്തം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ നിർവഹിക്കേണ്ട ഒരു ചുമതലയുമില്ല. എല്ലാ കാര്യങ്ങളിലും മന്ത്രിസഭയുടെ നിർദ്ദേശം പിന്തുടരേണ്ടതുണ്ട്. ഇതായിരുന്നു ഡോക്ടർ അംബേദ്കറുടെ വാചകങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിക്ക് തന്നെ ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്നത്തെ പല ഗവർണർമാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ തങ്ങളുടെ സ്വന്തം നിലക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കരുതുന്നത്. അവരുടെ പ്രവൃത്തികൾ അതാണ് വ്യക്തമാക്കുന്നത്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി, ദേശീയ പതാക, ദേശീയ ഭാഷ തുടങ്ങിയവയെക്കുറിച്ച് വെവ്വേറെ അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഉണ്ടായി വന്നതല്ല ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം. അന്നത്തെ സാഹചര്യങ്ങളിൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഉതകുന്ന ഒരു ഇടപെടലായിരുന്നു അത്. സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിമാറ്റി വസ്തുതാവിരുദ്ധമായും തെറ്റിദ്ധാരണാജനകമായും കാര്യങ്ങളെ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള കൃത്യമായ മറുപടികൾ സഖാവ് പി രാജീവിൻ്റെ ഈ പുസ്തകത്തിൽ ഉണ്ട്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ ഏക ഉറവിടം ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ മാത്രമായിരുന്നില്ല. സ്വാതന്ത്ര്യസമരത്തിലെ പ്രബലമായ ചിന്താധാരകളെല്ലാം ഈ ആശയ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമുയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നതുപോലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന ആശയവും ആദ്യം മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. 1934 MN റോയിയാണ് ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും 2 ആശയങ്ങളാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റുമുട്ടിയത്. മതനിരപേക്ഷതയുടെയും ബഹുസ്വരതയുടെയും ചിന്താധാരയും ഹിന്ദുത്വ ദേശീയതയുടെ കാഴ്ചപ്പാടും ഏറെ ചർച്ച ചെയ്ത് എല്ലാ വശങ്ങളും പരിഗണിച്ചാണ് ഭരണഘടനാ ശില്പികൾ മതനിരപേക്ഷ രാഷ്ട്രം എന്ന തീരുമാനത്തിൽ
എത്തിച്ചേർന്നത്. അത് കൃത്യമായി ഈ പുസ്തകത്തിൽ സഖാവ് രാജീവ് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഒട്ടേറെ പഠനങ്ങളുണ്ടെങ്കിലും ഭരണഘടനാ ചരിത്രത്തെക്കുറിച്ചും ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെക്കുറിച്ചും ആഴത്തുള്ള പരിശോധന നടത്തിയ പുസ്തകങ്ങൾ അധികം ഉണ്ടാകാനിടയില്ല. ആ കുറവ് പരിഹരിക്കുന്ന പുസ്തകമാണ് ഇത് എന്നതിൽ അത്യധികം സന്തോഷമുണ്ട്. ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം തകർക്കാനാണ് കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലമായി സംഘപരിവാർ ശ്രമിക്കുന്നത്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന സങ്കല്പങ്ങളോട് പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പ് തന്നെ സംഘപരിവാറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിപുലമായ രാഷ്ട്രീയ പദ്ധതികൾ അവർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ഇതുപോലൊരു പുസ്തകം പുറത്തു വരുന്നത് ഏറെ പ്രസക്തമാണ്. ഭരണഘടനാ സാക്ഷരത ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യകതയാണ്. ഭരണഘടന വായിച്ചിരിക്കുക എന്നതും അവയിലെ അടിസ്ഥാന സങ്കല്പങ്ങൾ പരിചയപ്പെട്ടിരിക്കുക എന്നതും ഓരോ പൗരനും ഗൗരവമായി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. ഇന്ത്യൻ പൗരനെ നയിക്കാൻ സഹായിക്കുന്ന കൃതിയാണിത്. ഇന്ത്യയുടെ ചരിത്രം, സമൂഹം തുടങ്ങിയവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും രാഷ്ട്രീയ മീമാംസയിൽ പൊതുവിലും താൽപ്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും വളരെ ഉപകാരപ്രദമാകുന്ന പുസ്തകമാണിത്. പുസ്തകം രചിച്ച സഖാവ് പി രാജീവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ പ്രകാശനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി പ്രസ്താവിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനം. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ അടുത്തതായി സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Chief Minister Sri Pinarayi Vijayan, Honorable Minister for Law and Industries Sri P. Rajiv, Professor Dr. K.C. Sunny, former Vice Chancellor of the National University of Advanced Legal Studies, brothers and sisters, and all those who have gathered here today for this august function. It is indeed a matter of great privilege, Honorable Chief Minister Sri Pinarayi Vijayan, Honorable Minister for Law and Industries Sri P. Rajiv, Professor Dr. K.C. Sunny, former Vice Chancellor of the National University of Advanced Legal Studies, brothers and sisters, and all those who have gathered here today for this august function. The constitutional debates, India that is Bharat, authored by Sri P. Rajiv, Honorable Minister for Law and Industries, Government of Kerala, and a former member of the upper house of the Parliament. The author had the rare privilege to serve as a member of Parliament in the Rajya Sabha at a very young age for the period from 2009 to 2015, and was awarded the Sansath Ratna Award for the best parliamentarian in 2016. Rich encomiums have been rightly paid to him for his sterling parliamentary performance by high dignitaries like the chairperson, deputy chairperson of the Rajya Sabha, as well as various high-standing political leaders including late Sri Arun Jaitley, former Union Law Minister, Sri Ghulam Nabi Azad, former Congress Minister, Srimati Mayawati, BSP Chief, etc. His erudite contributions to parliamentary debates have been noteworthy, especially in the high quality of research and commitment shown by him in the preparation and delivery of his speeches and submissions in the Rajya Sabha, be it on constitutional and legal issues or socio-political and economic matters. Earlier, the consistent convention was that only elderly statesmen are to adorn the membership of the Rajya Sabha, as it is the upper house of Parliament, which is broadly analogous to the legislative wing of the House of Lords in the UK and the Senate in the United States. But Mr. Rajiv had become a member of the upper house at a very relatively young age, as I said earlier, and he could prove his mettle as a parliamentarian by the dint of his hard work and industry. This compact and small book is essentially not only for legal experts, but also mainly for lay citizens, whereby they are exposed to a basic introduction to the debates in the Constituent Assembly for understanding in simple terms the concept of India that is Bharat,
as envisaged in our Constitution. The publication of this book is timely and would help the citizens for a basic understanding of the constitutional values and constitutionalism, including various aspects like the jurisprudential philosophy of the preamble of the Constitution, norms for citizenship, fundamental rights, parliamentary democracy, secularism, appointments to the constitutional judiciary, protection of religious minorities, Kashmir issues, and a host of other issues, in the light of the dynamic and lively debates in the Constituent Assembly. May I observe that nowadays, not only political parties, but ordinary citizens and members of the civil society are also actively discussing about the Constitution and its basic features, and the set trend augurs well for the future of our constitutional democratic republic. This book would give an incisive account of the sterling contributions made by Dr. B.R. Ambedkar, the chairman of the drafting committee of the Constituent Assembly, and about some of the leading figures among the other members of the founding fathers and founding mothers of our constitutional republic. Bear with me if I'm a little bit eloquent about the constitutional philosophy of Dr. B.R. Ambedkar regarding the concept of democracy. May I venture to think that the future line of action in our society, polity, and economy should be the radical convergence between the vision and dreams of Babu, the Mahatma, and the vision and dreams of Baba Sahib Dr. B.R. Ambedkar, the architect of the Constitution and the radical champion of the most deprived sections of our country. In my humble view, such a synergetic convergence of these two visions have not effectively taken place to the requisite level, keeping in view the serious problems faced by the deprived, the dispossessed, the vulnerable, and the exploited sections of our society. The preamble to our Constitution speaks about justice, social, economic, and political, as well as liberty, equality, and fraternity. Baba Sahib was equally adept in the disciplines of economics, political science, and law in view of his arduous training in various elite Western institutions like Columbia University in USA, London School of Economics in England, and as a matter of fact, 2 of his doctorates were in relation to complex national and international issues in the economy. Baba Sahib has forcefully articulated that democracy comprises of the trinity of political democracy, that is one man, one vote, secondly, social democracy, and thirdly, economic democracy. So just as the preamble of our Constitution envisages justice as comprised of the trinity of social justice, economic justice, and political justice, the theory and praxis of Dr. B.R. Ambedkar has clearly envisioned that democracy can neither be confined solely to the political realm or to social democracy, but should also involve economic democracy, that is, democratization of the economy. This alone can lead to the effectuation of justice, comprising the Trinitarian, which has been held to be an inalienable part of the basic structure of our Constitution. So, in my humble opinion, in the times to come, we have to envisage greater priority for economic democracy, which has not been given its due weight. So, the concept and ideals of democracy and justice will have to go hand in hand, and both of them consist of the Trinitarian elements of social, economic, and political, both for democracy and for justice. Citizenry, public men, social scientists, experts, and those involved in the polity and economy will all have to think deeply in terms of ensuring a greater era of economic democracy for the effective democratization of the economy for the various sections of the community in the times to come. Now, coming to this book, it is to be noted that it's a compact and small book, which is written in a highly readable and lucid style, which can equip the citizens and can substantially aid the various sections of the citizenry, both young and old, for evaluation, appreciation, and critique. One need not necessarily agree with all the views in this book, but certainly those views should be duly evaluated and assessed, be it for appreciation or for critique, so that it paves way for debate, discussion, and dialogue among the various sections of citizens as well as those involved in the polity. As opined by John Stuart Mills and Justice Oliver Wendell Holmes, it is only through the open competition of free and unhindered speech that society can discover the truth necessary to govern itself, and the ability of free speech by way of debate and dialogue will gain approval in the social marketplace of ideas, which should determine its worth and acceptability. I am sure that the ideas conveyed in this book would pave way for greater debate and dialogue and discussion among those who want to understand the Constitution and constitutionalism, and different views will have to be subjected to this process of
competition in the social marketplace of ideas so that we gain a better understanding of the various aspects. I hope that this book would certainly get readership, a wider readership, so as to contribute substantially for debate, dialogue in that regard. Once again, may I thank the organizers of this program for having invited me. Before I close my observations, may I just quote the favorite words I could find from this book in page 53 of this book. It is the profound words of Dr. Rajendra Prasad, who speaks about freedom. Quote, Dr. Rajendra Prasad, the President of the Constituent Assembly and the first President of a republic, has said in this manner, quote, there is nothing more substantial than the freedom of being free, unquote. Jai Hind. അടുത്തതായി സംസാരിക്കുന്നതിന് ഗ്രന്ഥകർത്താവും സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി രാജീവ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ച ബഹുമാനായ മുഖ്യമന്ത്രി, വേദിയിലുള്ള മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ അലക്സാണ്ടർ തോമസ്, സണ്ണി സാർ, ആദരണീയരെ, ആദ്യം തന്നെ എല്ലാവർക്കും വേണ്ടി മുഖ്യമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ പ്രസക്തമായ പ്രസംഗമാണ് പുസ്തകത്തെ ആധാരമാക്കി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇവിടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എഴുതി കഴിഞ്ഞാൽ കൃതി ഗ്രന്ഥകാരൻ്റേതല്ല, വായനക്കാരൻ്റേതാണെന്നാണ് റോളാങ് ബർത്ത് കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രം, സംസ്കാരം, അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. എങ്കിലും കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടി ചരിത്രത്തിൽ നിന്ന് പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 15 വനിതകൾ ആദ്യത്തെ ഈ ഭരണഘടനാ അസംബ്ലിയിലുള്ളപ്പോൾ ഇന്നത്തെ ഈ ചെറിയ കേരളം എന്ന് പറയുന്ന, അന്ന് തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ്, അവിടെ നിന്നായിരുന്നു 3 പേർ. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരിക്കലും 2 സഭകളിലും കൂടി കേരളത്തിൽ നിന്ന് 3 പേർ വനിതകൾ ഉണ്ടായിട്ടേ ഇല്ല. അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഈ ഭരണഘടന അവതരിപ്പിച്ച അംബേദ്കർ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഒരിക്കലെങ്കിലും പാർലമെൻറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2ാമതായി. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്നുകൂടി അദ്ദേഹം ജനങ്ങളുടെ പിന്തുണയോടുകൂടി വരാൻ ശ്രമിച്ചു. അതിൽ അദ്ദേഹം 3ാമതായി. 2ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാത്തു നിൽക്കാതെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഞാൻ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞത് തന്നെയാണ്, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇതായിരിക്കണം ഭരണഘടനയുടെ ആമുഖം എന്ന കാമത്തിൻ്റെ ഭേദഗതി 68-41 അന്ന് ഭരണഘടനാ അസംബ്ലി തള്ളിക്കളഞ്ഞത്. അതേപോലെ തന്നെ 49 ജനുവരി 4 വൈസ് ചെയർമാൻ HC മുഖർജി പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. സഭ തുടങ്ങുകയാണ്. അപ്പോൾ ചെയറിലിരുന്നു കൊണ്ട് മുഖർജി പറഞ്ഞു, എല്ലാ അംഗങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുണ്ട്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഗ്യാലറിയിലും ലോബിയിലും ചില RSSകാർ കയറിപ്പറ്റിയിരുന്നു. അവർ അവിടെ ഇരുന്ന് ചില കുഴപ്പങ്ങളുണ്ടാക്കി. അതുകൊണ്ട് അംഗങ്ങൾ ഈ വിസിറ്റേഴ്സ് പാസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവർ കൊടുക്കരുത്. അവരിന്ന് രാജ്യത്തിൻ്റെ ട്രഷറി ബെഞ്ചിലേക്ക് എത്തി. ഇങ്ങനെയുള്ള ചരിത്രത്തിൻ്റെ കൗതുകകരമായ ഭരണഘടനാ അസംബ്ലിയിലെ കാര്യങ്ങൾ. അതുപോലെ 370 ബഹുമാനായ മുഖ്യമന്ത്രി പരാമർശിച്ചല്ലോ. ഭരണഘടനയിൽ പ്രത്യേക പദവി ഭരണഘടനാ അസംബ്ലി നൽകിയ ഏക സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. അപ്പോൾ 371 A മുതൽ J വരെയുള്ള ആർട്ടിക്കിളുകൾ അത് പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. അതെല്ലാം പാർലമെൻറ്റ് ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർത്തതാണ്. മൂലത്തിൽ വന്ന കാശ്മീർ എടുത്തു കളഞ്ഞു, ഭേദഗതിയിലൂടെ വന്നതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെ കൗതുകകരമായ ചില നിരീക്ഷണങ്ങൾ കൂടിയുണ്ട്. പുസ്തകം വായിച്ച് എല്ലാവരും അതിൻ്റെ വിമർശനമോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ നന്ദി കൂടി രേഖപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.